പ്രണയസഖി ഭാഗം 26. ദേഹം മൊത്തം എന്തോ ചുറ്റി വരുന്നത് പോലെ ഒരു വേദന തോന്നിയാണ് പൂജ കണ്ണു തുറക്കുന്നത്. കണ്ണു തുറന്നതേ അവൾക്ക് തലയൊക്കെ കറങ്ങുന്നത് പോലെ തോന്നി. ആകെ മൊത്തം കണ്ണിൽ ഇരുട്ട് കയറും പോലെയും. ചുറ്റിനും ഒന്നും കാണാൻ കഴിയാതെ ഒരു നിമിഷം പൂജ കണ്ണടച്ച് തുറന്നു. ഒരു പഴയ പൊടി പിടിച്ച റൂമിലാണ് താനിപ്പോൾ ഉള്ളത്. പൊട്ടിയ ജനൽപ്പാളിയിൽ നിന്നുള്ള നേരിയ വെട്ടമാണ് ഉള്ളിലെ ആകെ വെളിച്ചം. എന്തൊക്കെയോ പഴയ സാധനങ്ങൾ കൂട്ടിയിട്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെയാകും ആകെ വല്ലാത്തൊരു മണവും. പൂജയ്ക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തനിക്ക് എന്തു പറ്റിയെന്ന് നോക്കുമ്പോഴാണ് ഒരു കസാരയിലെഴുതി തന്നെ കയറുകൊണ്ട് ചുറ്റിക്കെട്ടി വെച്ചേക്കുവാണെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായത്. അവൾക്ക് വല്ലാത്ത പേടി തോന്നി. ഒരു നിമിഷം താൻ ആയിരിക്കുന്ന അവസ്ഥയിൽ അവൾ ഭയത്തോടെ ചുറ്റിനും നോക്കി. വൈകുന്നേരം ഓഫീസിൽ നിന്ന് ഇറങ്ങി കുറച്ച് സാധനം വാങ്ങാനായി കടയിൽ കയറാനായി ടൗണിലേക്കാണ് വന്നത്. ടൗണിൽ വന്നിറങ്ങി കുറച്ചു നേരം ചുറ്റിക്കറങ്ങി വാങ്ങാനുള്ളതും വാങ്ങി പോകുമ്പോഴാണ് വണ്ടിയുടെ അടുത്തായി ആരോ തിരിഞ്ഞു നിൽക്കുന്നത് കണ്ടത്. ചെവിയിൽ ഫോണുമുണ്ട്. അടുത്തെങ്ങും ആരും തന്നെയില്ല. ആളൊഴിഞ്ഞ ഭാഗത്താണ് വണ്ടി കിടക്കുന്നത്. ചിലപ്പോൾ ഫോൺ ചെയ്യാൻ നിൽക്കുന്നത് ആണെന്ന് കരുതിയാണ് അടുത്തേക്ക് ചെന്ന് വിളിച്ചത്. അയാൾ മാറാതെ വണ്ടിയെടുത്ത് പോകാനും പറ്റില്ലായിരുന്നു. അതെ ചേട്ടാ, ഒന്ന് മാറാമോ? പിന്നിൽ നിന്ന് വിളിച്ചതും അയാൾ പെട്ടെന്ന് തിരിഞ്ഞിരുന്നു. ഒരു നിമിഷം മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് വിറച്ചുപോയി. കിരൺ. അവൻ്റെ മുഖത്ത് വല്ലാത്തൊരു ചിരിയാണ്. കുറച്ച് ദിവസമായി മറന്നൊരു മുഖം പെട്ടെന്ന് മുന്നിൽ കണ്ടപ്പോൾ ഭയം കൊണ്ട് ഒരടി അനങ്ങാൻ കഴിഞ്ഞില്ല. അവനെ പേടിയില്ലെന്ന് പറയുമ്പോഴും എന്തും ചെയ്യാൻ മടിക്കാത്തവനെ പൂജയ്ക്ക് പേടിയാണ്. അതും ഒറ്റയ്ക്ക്. ചുറ്റിനും ആരും തന്നെയില്ല. പെട്ടെന്ന് മുഖത്തേക്ക് എന്തോ വീഴുന്നതും തൻ്റെ ബോധം പോകുമ്പോൾ അവൻ തന്നെ എടുത്തുപൊക്കിക്കൊണ്ട് പോകുന്നതുമാണ് അവസാനമായി കണ്ടത്. പിന്നെ ഇവിടെ പൂജയുടെ കണ്ണുകൾ പേടിയോടെ ചുറ്റിനും നോക്കി. അവനാണ് തന്നെ ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. ഏതു നിമിഷവും അവൻ ഈ മുറിയിലേക്ക് വരും. അതിനു മുന്നേ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. പൂജ കയ്യിലെ കയർ കെട്ടിയ ഭാഗത്തേക്ക് ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അത് പെട്ടിക്കാൻ നോക്കുന്നുണ്ട്. എത്ര ശ്രമിച്ചാലും അത് പൊട്ടി വരില്ലെന്ന് അവൾക്ക് തന്നെ അറിയാം. എങ്കിലും ഒരു ശ്രമമാണ്. ഒന്നും നടക്കില്ലെന്ന് കണ്ടതും അവൾക്ക് ദേഷ്യവും അരിശവും വരുന്നുണ്ടായിരുന്നു. ഇത്രയും ദിവസം അവൻ്റെ ശല്യമൊന്നുമില്ലാത്തതുകൊണ്ട് അവൻ്റെ കാര്യം തന്നെ വിട്ടുപോയിരുന്നവൾ. എപ്പോഴെങ്കിലും വന്നാൽ എന്നത്തെയും പോലെ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കുക. അല്ല, ഹിരടി പറഞ്ഞതുപോലെ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കണം. അങ്ങനെ കരുതി ഇരിക്കുമായിരുന്നു. പൂജയുടെ നെഞ്ച് ശക്തമായി മിടിക്കുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് ആരും തന്നെ രക്ഷിക്കാൻ വരില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മുകളിലേക്ക് നോക്കി അങ്ങനെയിരുന്നവൾ. ഗൗതം. അയാൾക്കെങ്കിലും എന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എപ്പോഴൊക്കെയോ ഞാൻ കരുതിയിരുന്നു. പക്ഷേ അയാൾക്കും ഞാൻ വെറുമൊരു തെറ്റുകാരി മാത്രമായിരുന്നു. കിരണിൻ്റെയും ഗൗതമിൻ്റെയും ജീവിതത്തിൽ പെട്ടുപോയൊരു പെണ്ണ്. ഇതോടെ അതും അവസാനിക്കും. എല്ലാം അവസാനിക്കട്ടെ. മരണമില്ലാതെ മറ്റൊന്നും ഇനി മുന്നിലില്ല. പൂജ. ഒറ്റയ്ക്കിരുന്ന് മടുത്തോ നീ? അകത്തേക്ക് കയറി വരുന്ന ആളെ കണ്ട് പൂജയുടെ മുഖം ഇരുണ്ടു. ആദ്യത്തെ ദേഷ്യം മാറിയതും അവനെ പുച്ഛത്തോടെ നോക്കിയവൾ. നിനക്ക് ഒരല്പം ധൈര്യമുണ്ടെന്ന് ഞാൻ കരുതി. ഇതിപ്പം നട്ടലില്ലാത്ത പണിയാണല്ലോ കിരൺ നീ കാണിച്ചത്. പൂജയും വിട്ടുകൊടുക്കാൻ ഭാവമില്ലാതെ പറഞ്ഞതും കിരൺ അവളെ നോക്കി ചിരിച്ച് പെട്ടെന്ന് ചിരി മാറി. എനിക്ക് നട്ടലുണ്ടോയെന്ന് ഇന്ന് നീ അറിയും. അവളുടെ താടിയലിൽ വിരലമർത്തിപ്പിടിച്ച് ഞെക്കിക്കൊണ്ടാണ് അവൻ പറഞ്ഞത്. പൂജ വേദന കൊണ്ട് പിടഞ്ഞുപോയി. ഇത്രയും നാളും നമുക്കിടയിൽ നടന്ന ഹൈഡ് ആൻഡ് സീക്ക് കളിക്ക് ഇന്ന് അവസാനമാകും. പൂജ, നീ എന്താണെന്ന് ഈ ലോകമറിയും. നിന്നെ എല്ലാവരും വെറുക്കും. അത് നിനക്കും നിന്റെ വീട്ടുകാർക്കുമുള്ള എൻ്റെ സമ്മാനമാണ്. കിരൺ അവളുടെ കവളിലെ പിടി വിട്ടുകൊണ്ട് പറഞ്ഞതും പൂജ അവൻ പറയുന്നതെല്ലാം കേട്ട് സംശയത്തോടെ അവനെ നോക്കി. അവൻ എന്തൊക്കെയോ പറയുന്നത് പോലെ. എനിക്കറിയാം നിനക്ക് ഒരുപാട് സംശയങ്ങളുണ്ടെന്ന്. എല്ലാത്തിനും എനിക്ക് ഉത്തരം തരാനൊന്നും സൗകര്യമില്ല. പക്ഷെ ചിലതൊക്കെ ഇന്ന് നീ അറിയും. കുറേ നേരമായല്ലോ. നീ എന്നെ എന്തു ചെയ്യും? കൊല്ലുമോ? എൻ്റെ ജീവിതം നശിപ്പിച്ച് എന്നെ ഈ വിധമാക്കിയ നീ എന്നെ അങ്ങ് കൊന്നേക്ക്. അതോടെ നിന്നെ സ്നേഹിച്ചതിനും വിശ്വസിച്ചതിനുമുള്ളത് എനിക്ക് എല്ലാ അർത്ഥത്തിലും കിട്ടും. അതോടെ ഈ കിളി അവസാനിക്കുകയും ചെയ്യും. അങ്ങനെ നീ തീരുമാനിക്കും പോലെ മാത്രം കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ആരാ? നിന്റെ ജോലിക്കാരനോ? ഇവിടെ ഞാൻ പറയും, നീ കേൾക്കും. നിന്റെ മറ്റവനില്ലേ ഗൗതം, അവനിട്ടുള്ള പണി കൂടിയാണ് നിനക്ക് ഞാൻ തരുന്നത്. സ്വന്തം ഭാര്യയുടെയും അവളുടെ കാമുകൻ്റെയും ഫോട്ടോസ് ഇൻ്റർനെറ്റ് വഴി നാളെ രാവിലെ ഒഴുകി നടക്കും. അവനൊന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ നാണം കെടും. അവൻ മാത്രമല്ല, എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയ നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും സ്വന്തം മകളെ ഓർത്ത് സ്വയം ചാകേണ്ടി വരും. നിന്റെ ചേട്ടനില്ലേ, അവനും അവൻ്റെ കൂട്ടുകാരനും ചേർന്ന് എന്നെ അടിച്ചതൊന്നും ഞാൻ മറക്കില്ല പൂജ.
അതൊക്കെ ഇന്നും എൻ്റെ മനസ്സിൽ കാണലായി കിടപ്പുണ്ട്. അതിങ്ങനെ ഊതിക്കെടാതെ ഈ നിമിഷം വരെ ഞാൻ ഉള്ളിൽ കൊണ്ട് നടക്കുകയായിരുന്നു. കിരൺ പറയുന്നതിൽ പലതും പൂജയ്ക്ക് പുതിയ അറിവായിരുന്നു. അവൻ്റെ പകയ്ക്ക് പിന്നിൽ ഒന്നല്ല ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവളുടെ ഉള്ളിൽ ഇതുവരെ ഇല്ലാത്തൊരു പേടി ഉടലെടുത്തു. അവൻ ഇൻ്റർനെറ്റ് ഫോട്ടോ കാമുകൻ, അതുമാത്രം അവളുടെ കാതിൽ വീണ്ടും മുഴങ്ങിക്കിട്ടിക്കൊണ്ടിരുന്നു. എന്താ പൂജ, ഇതുവരെ ഉണ്ടായിരുന്ന നാക്കൊക്കെ എവിടെ പോയി? നിന്റെ ഫോട്ടോ ഇൻ്റർനെറ്റിൽ ഒഴുകുന്ന കാര്യമാണോ? അതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? ഇന്നലെ വരെ നിന്നെ അറിയുക പോലുമില്ലാത്തവർ നാളെ നിന്നെ അറിയും. അവരൊക്കെ അറിയുന്നത് ഗൗതമിൻ്റെ ഭാര്യയായി പൂജയായിരിക്കും. അവൻ അതോടെ തീരും. അവനൊരു ചിരിയോടെ പറഞ്ഞതും പൂജ അവനെ ദേഷ്യത്തോടെ നോക്കി. അവൻ പറയുന്നതൊക്കെ കേട്ട് പേടി തോന്നുന്നുണ്ടെങ്കിലും അവന് മുന്നിൽ അത് കാണിച്ചില്ലവൾ. നിനക്ക് എന്നോടല്ലേ ദേഷ്യം? അതിന് എന്തിന് മറ്റുള്ളവരെ വലിച്ചിടണം എന്ന് ആര് പറഞ്ഞു നിന്നോട്? കിരണിൻ്റെ പരിഹാസം നിറഞ്ഞ ചോദ്യം കേട്ടതും പൂജ പേടിയോടെ അവനെ നോക്കി. അവനിൽ നിന്ന് രക്ഷപ്പെടുക അത്ര എളുപ്പമല്ലെന്ന് അവൾക്ക് മനസ്സിലായി. അവൻ തൻ്റെ ജീവിതം നശിപ്പിക്കാനുള്ളതെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് വന്നേക്കുന്നത്. നിനക്ക് ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ പൂജ? അവിടെ കിടന്നൊരു സ്റ്റൂൾ വലിച്ചിട്ട് അവൾക്കടുത്തേക്ക് ഇരുന്ന് കിരൺ. അവൻ എന്തൊക്കെയോ തന്നോട് പറയാൻ പോവുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൻ പറയുന്നതൊന്നും ഇനി കേൾക്കാൻ ഇഷ്ടമില്ലെങ്കിലും എന്താണ് ഇതിന് പിന്നിലെ കാരണമെന്നൊക്കെ അറിയാൻ അവൾക്ക് താല്പര്യമുണ്ടായിരുന്നു. കുറച്ചു മുന്നേ അവനിൽ നാവിൽ നിന്ന് കേട്ട ചില കാര്യങ്ങൾ ഒരുപാട് സംശയമുണ്ടാക്കുന്നവയായിരുന്നു. എന്താ പൂജ, നിനക്ക് പേടി തോന്നുന്നുണ്ടോ ഞാൻ പറയുന്നതൊക്കെ കേട്ടിട്ട്? പേടിക്കണം. നീ കാരണം ഞാൻ കുറച്ചൊന്നുമല്ല അനുഭവിച്ചത്. അതിനുള്ളത് നിനക്ക് ഞാൻ തരുന്നുണ്ട്. കിരൺ, ഞാൻ നിന്നെ എന്തു ചെയ്തിട്ടാ? സ്നേഹിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? നീ എന്നെ എല്ലാ വിധത്തിലും വേദനിപ്പിച്ചതും തകർക്കാൻ ശ്രമിച്ചതും. ഹഹ, നീ എന്നെ സ്നേഹിച്ചോ ഇല്ലയോ അതൊന്നും എൻ്റെ വിഷയമല്ല. പക്ഷേ ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടില്ല. എനിക്ക് നിന്നോട് ഒരല്പം പോലും സ്നേഹവുമില്ലായിരുന്നു. വെറുതെ ഒരു നേരം പോക്ക്. അതിനപ്പുറം പൂജ എനിക്ക് ആരുമല്ലായിരുന്നു. കിരൺ പറയുന്നത് കേട്ടവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്കറിയാവുന്ന കാര്യങ്ങളായിരുന്നെങ്കിലും അവൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല. അവൻ തന്നെ സത്യങ്ങൾ പറയുന്നു. എന്താ പൂജ, നീ എന്താ കരുതിയത്? എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നെന്നോ? നിന്നെ ഞാൻ കല്യാണം കഴിക്കുമായിരുന്നോ? അതൊരിക്കലും നടക്കാത്തൊരു കാര്യമായിരുന്നു. നിന്നെപ്പോലെ എവിടെയോ കിടക്കുന്ന ഗതികെട്ട ഒരുത്തിയെ തലയിലാക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. നല്ല കുടുംബത്തിൽ നിന്ന് എൻ്റെ വീട്ടുകാർ തന്നെ എനിക്കുള്ള പെണ്ണിനെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതും നിന്നെയൊക്കെ കാണും മുന്നേ തന്നെ. പൂജ ഒരു നിമിഷം ഞെട്ടലോടെ അവനെ നോക്കി. ആദ്യം മുതലേ അവൻ എല്ലാ രീതിക്കും ചതിക്കുവായെന്നുള്ള സത്യം അവളുടെ നെഞ്ചു പൊളിച്ചു. അതിനേക്കാൾ അവൻ മറ്റൊരു പെൺകുട്ടിക്ക് വാക്ക് കൊടുത്തിട്ടാണ് തന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത്. നീ ഒരു ചതിയനാണ്. ഒരേ സമയം എന്നെ മാത്രമല്ല ചതിച്ചത് നീ, കലിയോടെ പറഞ്ഞു. ഒരേ സമയം എന്നെ മാത്രമല്ല, നീ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ പെണ്ണിനെ കൂടിയാണ് ചതിച്ചത്. നീയൊക്കെ ഒരു മനുഷ്യനാണോ? അല്ലടി, ഞാൻ മനുഷ്യനാണെന്ന് നിന്നോടാ പറഞ്ഞോ? നീയല്ലേ ഞാനൊരു മനുഷ്യനാണ് നീ പറയുന്നതൊക്കെ കേട്ട് വാലാട്ടി നിൽക്കുമെന്ന് കരുതിയത്? എല്ലാം നിന്റെ തെറ്റല്ലേ പൂജ? അവൻ മുഖം ഒരു വശത്തേക്ക് ചെരിച്ച് പരിഹാസത്തോടെ പറഞ്ഞു. പൂജയ്ക്ക് അവനെ കാണും തോറും ദേഷ്യം തോന്നി. ഇവനൊക്കെ എന്തൊരു ജന്മമാണ്! ഒരേ സമയം രണ്ട് പെണ്ണുങ്ങളെ. അതിൽ തന്നെയാണ് അവൻ ശരിക്കും ചതിച്ചത്. ഇവൻ്റെ സ്വഭാവം അറിയാതെ ഇവനിൽ ചതിക്കപ്പെട്ട മറ്റൊരുവളും. നിന്നെ ശരിക്കും ഞാൻ ഒഴിവാക്കിയേനെ. പക്ഷേ നീയും നിൻ്റെ വീട്ടുകാരും നിൻ്റെ മറ്റവനുമൊക്കെ കാരണം എനിക്കുണ്ടായ ഞാൻ അനുഭവിച്ച വേദനകൾ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല പൂജ. അതൊക്കെ എന്നെ ഇവിടെ നിൻ്റെ മുന്നിൽ ഇങ്ങനെ കൊണ്ടെത്തിച്ചു. എൻ്റെ വീട്ടുകാരും ഞാനുമൊക്കെ നിന്നോട് എന്ത് ചെയ്തെന്നാ കിരൺ നീ പറയുന്നത്? നമ്മുടെ കല്യാണത്തിന് അവരെതിർപ്പ് കാണിച്ചതോ? ഛേ, കല്യാണമോ? ആരുടെ കല്യാണം? ഞാനും നീയും തമ്മിലോ? നിനക്ക് ഇത്രയും നേരം ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ പൂജേ? അവൻ്റെ പരിഹാസം അവളുടെ ഉള്ളിൽ ഒരേ സമയം വെറുപ്പും വേദനയും ഉണ്ടാക്കി. എന്തൊക്കെ പറഞ്ഞാലും അവനെ അവൾ സ്നേഹിച്ചിരുന്നല്ലോ. അവന് വേണ്ടിയല്ലേ സ്വന്തം വീട്ടുകാരെയും ഗൗതമിനെയുമൊക്കെ ഒരു കണക്കിന് അവൾ വെറുപ്പിച്ചത്. നിന്നെ കല്യാണം കഴിക്കുക എന്നൊരു ഉദ്ദേശത്തോടെ ഞാൻ നിന്നെ കണ്ടിട്ട് പോലുമില്ല പൂജ. ആദ്യ കാഴ്ചയിൽ തോന്നിയൊരു കൗതുകം, വെറുതെ ഒരു നേരം പോക്ക്. പ്രായത്തിൻ്റെ ചാട്ടമൊന്നും ഞാൻ പറയുന്നില്ല. ഒരാണിന് പെണ്ണിനോട് തോന്നുന്ന ഒരു ഭ്രമം, അത് മാത്രമേ എനിക്ക് നിന്നോടുണ്ടായിരുന്നുള്ളൂ. കുറച്ചുനാൾ നിന്നെ എൻ്റെ ആവശ്യങ്ങൾക്ക് കൊണ്ടു നടക്കുക, അവസാനം പിരിയുക. എല്ലാ കോളേജ് ലൈഫിലും ഉണ്ടാവുന്ന കാര്യം മാത്രമായിരുന്നു നമുക്കിടയിലും. കിരൺ പറയുന്നത് കേട്ടവൾക്ക് മനസ്സിലായി, ഇവനെ കല്യാണം കഴിക്കാൻ വേണ്ടി തൻ്റെ ഭാഗത്തുനിന്ന് കൂടുതലൊന്നും ചെയ്യാൻ ഞാൻ നന്നായെന്ന്. വീട്ടുകാരോട് വലിയ യുദ്ധത്തിന് പോയതിൽ ഇന്ന് ഈ നിമിഷം ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറ്റബോധം തോന്നിയേനെ. പൂജയ്ക്ക് അവനെ ഇങ്ങനെ മുന്നിൽ കാണും തോറും അവനെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി.
പക്ഷേ ഇവിടുന്ന് രക്ഷപ്പെടുക, അത് മാത്രമായിരുന്നു അവളുടെ മനസ്സിലെ ആദ്യത്തെ ചിന്ത. തുടരും. അടുത്ത പാർട്ട് ഉടനെ ഇടാം. താങ്ക് യു.